കിഴക്കൻ മേഖലയിലെ 20ഓളം ഇടവകകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് YMCA പുനലൂർ സബ് റീജിയണിന്റെയും കുളത്തുപുഴ YMCAയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. YMCA ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്ത മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വേദനിക്കുന്നവരെയും അശരണരെയും ആശ്വസിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രന്റെ ജീവിതം ത്യാഗനിർഭരമായ സമർപ്പണത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞു. ദൈവിക ഭാവം വെളിപ്പെടുത്തുന്നതാകണം ഓരോ ആഘോഷവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർക്ക് ജീവൻ ഉണ്ടാക്കുവാനും അത് സമർത്ഥമായുണ്ടാക്കുവാനുമാണ്. ആ ജീവിത സമർത്ത് നൽകുന്നതിന് വേണ്ടി അപ്പത്തിന്റെ ഭവനത്തിൽ വേദനയിൽ ജനിച്ചതും പെസഹാകാലത്തിൽ അപ്പമായി മാറിയതും ദുഃഖവലയച്ച കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ശരീരം കുറിച്ച് തന്ന രക്തം പാകുന്നതെന്ന് നമ്മെ വീണ്ടെടുത്തവൻ ഒരു വിലയിരുത്തിക്കുവാൻ വേണ്ടിയാണ് വന്നത്. കാൽവരി വരെ കടന്നുകയും മരക്കുരിശിൽ കിടന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ പാപത്തിന് പരിഹാരമായി സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹമില്ല എന്ന് പ്രഘോഷിച്ചവൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച ദിവസം കൂടിയാണ് ക്രിസ്മസ്. വിവിധ ദേവാലയങ്ങളുടെ ക്രിസ്മസ് കരോൾ ഗാനം ആലപിച്ചു. സബ് റീജിയണൽ ചെയർമാൻ ഡോക്ടർ എബ്രഹാം മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും മികച്ച വിജയം നേടിയ കുട്ടികളെയും കർഷകരെയും ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്ത ആദരിച്ചു. ചടങ്ങിൽ രോഗികൾക്ക് ചികിത്സാ സഹായവും നൽകി. YMCA ഭാരവാഹികളായ കെ ജോണി, KO രാജുക്കുട്ടി, റവറൻ ഫാദർ സ്റ്റാലിൻ തോമസ്, റവറൻ ഫാദർ ബിജു ജോർജ്, ഷിബു ജോർജ്, സാനു ജോർജ് എന്നിവരുൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പ്രസംഗിച്ചു. വിവിധ സബ് റീജിയണൽ ഭാരവാഹികളും സഭാപ്രതിനിധികളും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. നാട്ടുവാർത്ത, കുളത്തുപുഴ.